ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോ ഡെസ്റ്റിനി 125 ആണ് വണ്ടി. ജനറൽ സർവീസാണ് പറഞ്ഞാൽ മെയിനായിട്ട്. ജനറൽ സർവീസ്, അതേപോലെ തന്നെ അതിൻ്റെ സൈഡ് സ്റ്റാൻഡിൻ്റെ ലൈറ്റ് ഇടയ്ക്ക് ഓഫ് ആവുന്നില്ല. പിന്നെ അതേപോലെ ഓയിൽ ചെക്ക് ചെയ്യുക, കംപ്ലൈൻ്റ് ആണെങ്കിൽ മാറ്റുക. ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞേക്കുന്ന വർക്കുകൾ കേട്ടോ. അപ്പോൾ ഞാനത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈൻഡറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബ്രേക്ക് ലൈൻഡറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് വേറെ കുഴപ്പമൊന്നുമില്ല, ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. വലിയ പഴക്കമായിട്ടില്ല. അതേപോലെ തന്നെ ഈ ബാക്ക് വീലിൻ്റെ ബെയറിംഗ് ആയാലും ബ്രേക്ക് ക്യാമ് ചെറിയൊരു ടൈറ്റ് ഉണ്ട്, അതൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം. ബെയറിങ്ങിന് അങ്ങനെ പിള്ളേരെ കാണിച്ചൊന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ നിലവിൽ. അതേപോലെ തന്നെ നമുക്ക് ശരിക്കും ബാക്ക് വീലൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ടാൽ മതി, അതിനുള്ള പ്രോബ്ലം ഉള്ളൂ. ബാക്കിലത്തെ ടയർ ഏറെക്കുറെ എൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് ആയിട്ടുണ്ട്. സൈഡ് ഗ്രൂ നോക്കണ്ട, സെൻറ്ററിലുള്ള പിടുത്തം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി മാറ്റി ഉപയോഗിക്കുന്ന സമയത്ത് സാപ്പർ മോഡൽ യൂസ് ചെയ്യുക. കമ്പനി വരുന്ന ടയർ ഉണ്ടല്ലോ, ആ മോഡലായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ. അതിപ്പോൾ MRF ആയാലും അപ്പോളോ ആയാലും സിയറ്റ് ആയാലും ഏതെടുത്താലും നമുക്ക് അതിൻ്റെ പാറ്റേൺ യൂസ് ചെയ്യുക, അതാണ് കുറച്ചുകൂടി ബെറ്റർ. ഈ ഓവർ ഗ്രിപ്പുള്ള മോഡൽ എടുക്കുമ്പോൾ നമ്മൾ ബലം പിടിച്ചിരുന്ന് വണ്ടി ഓടിക്കേണ്ട അവസ്ഥ വരാറുണ്ട് സാധാരണ. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് ശരിക്കും കമ്പനി വരുന്ന മോഡൽ ഏതാണോ അത് തന്നെ യൂസ് ചെയ്യണതാണ് കുറേ കൂടി നല്ലത് കേട്ടോ. അത് കമ്പനി ഇപ്പോൾ ഏത് യൂസ് ചെയ്യാം, അപ്പോളോ സിയറ്റ് ഏത് MRF ഏത് വേണമെങ്കിലും എടുത്തോ. പക്ഷേ അത് യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ നമുക്ക് അതായിട്ടാണ് ഫീൽ ചെയ്യണത്. കാരണം ഒട്ടുമിക്ക വണ്ടികളും ഇവിടെ വന്നിട്ട് കംപ്ലയിൻറ്റ്സ് പറയുന്നതാണ് വണ്ടി ഹാൻഡിൽ ബലം, സൈഡ് വലിവ്, വെട്ടൽ. അത് കോമൺ ആയിട്ട് വരുന്നത് ഈ ടയറുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അപ്പോൾ അതില്ലാതിരിക്കാനാണ് അത് മാറ്റുന്ന സമയത്ത് അതൊന്ന് ശ്രദ്ധിച്ചോളൂ. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ അഴിക്കുന്നുണ്ട്. എയർ ഫിൽറ്ററൊക്കെ ചെറിയതായിട്ട് പൊടിയായി തുടങ്ങിയിട്ടുണ്ട്, തുടച്ച് ക്ലീൻ ആക്കിയിട്ടാൽ മതി. അതേപോലെ തന്നെ അതിൻ്റെ ഫ്രണ്ടിൽ വന്ന ഗാർഡ് ഫോം ടൈപ്പാണ്, അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതേപോലെ ക്ലച്ച് യൂണിറ്റ് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്തു, വേറെ പറയത്തക്ക ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല. ബെൽറ്റിൻ്റെ കണ്ടീഷൻ, വേരിയേറ്റർ ബോഡി, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെക്ക് ചെയ്തുകൊണ്ട്. ഇത് നമുക്ക് കിടക്കുന്നത് ബെൽറ്റ്, നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത് ഹീറോൻ്റെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ്. പൊട്ടലോ കാര്യങ്ങളൊന്നും നിലവിലില്ല. ഇവിടെയൊക്കെ ചെറിയൊരു ക്രാക്ക് തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ അതിന് വേണ്ടിയിട്ട് ഇപ്പം നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ല. നമുക്ക് നെക്സ്റ്റ് സർവീസിലും അടുത്ത സർവീസിലും നമ്മൾ ഇതുപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ടാണ് ചെക്ക് ചെയ്ത് പോവുക. അപ്പോൾ കൂടുതൽ കംപ്ലൈൻ്റ് ആയിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ മാറ്റിയിടാം. അടുത്ത സർവീസ് എന്ന് പറഞ്ഞാൽ 120 ദിവസം, അതായത് 4 മാസമാണ് സർവീസ് പീരീഡ് വന്നിട്ട്. എഞ്ചിൻ ഓയിൽ നമുക്ക് കിലോമീറ്റർ അനുസരിച്ച് മാറ്റിയാൽ മതി, 3000 കിലോമീറ്റർ കൂടുമ്പോൾ മാറ്റിയാൽ മതി. പീരിയോഡിക് സർവീസ് എന്ന് പറഞ്ഞാൽ 4 മാസം അല്ലെങ്കിൽ 120 ദിവസം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗത്ത് നമ്മളൊരു വേരിയേറ്റർ ബോഡിയൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു, നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഡീസലൈഡിനൊക്കെ അതിൽ തേമാനം നോർമലായിട്ടുള്ളൂ. ക്ലച്ച് ഷൂ ആയാലും വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അപ്പോൾ ഈ ഭാഗമൊക്കെ ഒന്ന് അഴിച്ചിട്ട് നമ്മളൊന്ന് ഫുള്ളായിട്ട് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. CVT ക്ലച്ചിൻ്റെ മെയിൻ ഒരു പ്രോബ്ലം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താ വെച്ചാൽ അത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ വീലുകൾ കംപ്ലൈൻറ്റ് വന്ന് പോകാറുണ്ട്. അപ്പോൾ ഈ 2 വീലാണ് നമുക്ക് ഗ്രീസ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ഭാഗം നമ്മൾ കൂട്ടത്തിൽ കൂടെ ക്ലിയർ ചെയ്ത് വിടുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തൊക്കെ ചെറിയൊരു നനവ് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അടുത്ത സർവീസിലൊക്കെ നമുക്ക് അതിൻ്റെ ഓയിൽ സീൽ മാറ്റേണ്ടി വന്നേക്കും. ഓയിൽ സീലും അതിൻ്റെ ഉള്ളിൽ തന്നെ ഗ്യാസ് കട്ടറും കൂടി ചേഞ്ച് ചെയ്യണം. അടുത്ത സർവീസിൽ മാറ്റിയാൽ മതി. ചെറിയൊരു നനവ് തുടങ്ങിയിട്ടുള്ളൂ. പിന്നെ ഫ്രണ്ട് വീലിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് വീൽ നമ്മൾ ബാക്ക് വീൽ അഴിച്ചാണ് പറഞ്ഞത്. അതിന് ശേഷം നമ്മൾ ഫ്രണ്ടും കൂടി അഴിച്ച് നമുക്ക് അതിൻ്റെ വീലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ബ്രേക്ക് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞത് ഈ മോഡൽ കട്ട് ചെയ്യണം കേട്ടോ. നമുക്ക് അതിൻ്റെ പാറ്റേൺ യൂസ് ചെയ്യുമ്പോൾ ഇതാണ് കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. ഇതിപ്പോൾ കിടക്കുന്ന MRF ആണ്, ഈ മോഡൽ തന്നെ യൂസ് ചെയ്യുന്നത് കുറച്ചുകൂടി ബെറ്റർ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. വെട്ടലും പാളിച്ചൊന്നും ചെയ്യാണ്ട് ഉപയോഗിക്കുകയും ചെയ്യും. അത് കുറച്ചുകൂടി നല്ല മോഡലായിട്ട് നമുക്ക് തോന്നണം. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ബാറ്ററി പുതിയ ബാറ്ററി ഇരിക്കുന്നത് 2025 ബാറ്ററിയാണ് ഇരിക്കുന്നത്. അത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആമറോണിൻ്റെ ബാറ്ററിയാണ്. കംപ്ലയിൻറ്റ്സ് വളരെ കുറവുള്ള ബാറ്ററി. സ്പാർക്ക് പ്ലഗൊക്കെ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. എയർ ഫിൽറ്റർ പ്ലഗ് ഈ ഭാഗങ്ങളൊക്കെ സർവീസിനോടനുബന്ധിച്ച് നമ്മളൊന്ന് അഴിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യുന്നുണ്ട്. പ്ലഗും വലിയ പഴക്കമായിട്ടില്ല, ഒന്ന് ക്ലീനാക്കി റീസെറ്റ് ചെയ്തിട്ടാണ്. പിന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ നോക്കി ഒരു മാറുന്ന ടൈമാണ്. ഏറെക്കുറെ ഈ ഒരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട്. തീരെ മോശം എന്ന് പറയാനില്ല, പക്ഷെ എന്നാൽ പോലും മാറേണ്ട ഒരു പീരീഡാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം. പിന്നെ അതിനകത്ത് പറഞ്ഞാൽ മറ്റൊരു കംപ്ലയിൻ്റാണ് നമ്മൾ ആ സൈഡ് സ്റ്റാൻഡിൻ്റെ കേസ് പറഞ്ഞത്. അത് ഈ സെൻസറുമായി ബന്ധപ്പെട്ട തന്നെ പ്രോബ്ലമാണ്, ആ ലൈറ്റിൻ്റെ പ്രശ്നം വരാം. അത് നമുക്ക് നോക്കിയിട്ട് അത് ക്ലിയർ ചെയ്തിട്ടേക്കാം കേട്ടോ. ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഏകദേശം ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. എന്തായാലും നമുക്കൊരു 4:30-5 മണിക്കാവും തീരുമ്പോഴത്തേക്ക്. ഓക്കെ.